ഹൈക്കോടതിയുടെ അതിരൂക്ഷമായ വിമർശനമുണ്ടായിരുന്നു. ആ വിമർശനം വകവയ്ക്കാതെ കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതിക്ക് ഉന്നത സ്ഥാനങ്ങൾ ഒരുക്കി നൽകുകയാണ് സർക്കാർ. ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനത്തും റൂട്രോണിക്സ് മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തുമാണ് കെ രതീഷിനെ തുടരാൻ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഖാദി ബോർഡിലെ നിയമനം ചട്ടം ലംഘിച്ചാണ് എന്ന ആരോപണം ഉൾപ്പെടെ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. അനന്തൻ, കെ രതീഷുമായി ബന്ധപ്പെട്ട സംരക്ഷണ കവചം സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും ഉണ്ടായിരുന്നുവെന്ന കേസ് അന്വേഷണത്തിന് അതിന്റെ തുടർച്ചയായ നടപടികൾ പരിശോധിക്കുമ്പോഴും മനസ്സിലാകുന്നതാണ്. രതീഷിനെ എന്തുകൊണ്ട് ഇത്രയധികം സംരക്ഷിക്കുന്നു? എങ്ങനെയാണ് കോടതിയുടെ ഭാഗത്തുൾപ്പെടെ രൂക്ഷമായ വിമർശനം നിലനിൽക്കുമ്പോഴും ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പദവികളിൽ തുടരാൻ അനുവദിക്കുന്നത്? രതീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് CPM-ന്റെ രണ്ട് സമന്നതരായ നേതാക്കൾ ജയിലിലാണ്. ആ സമയത്താണ് CPM-കാർ പോലും അല്ലാത്ത രണ്ട് വ്യക്തികൾക്ക് വേണ്ടി സർക്കാർ അസ്വാഭാവികമായ സംരക്ഷണം ഒരുക്കുന്നത്. സംരക്ഷണം ഒരുക്കുന്നുവെന്ന് നമ്മളല്ല പറഞ്ഞത്, അത് കഴിഞ്ഞ ആഴ്ച കേരള ഹൈക്കോടതിയാണ് ഇടത് സർക്കാർ അഴിമതി സംരക്ഷകരാണ് എന്നുള്ളൊരു വാചകം കോടതിയിൽ, ഓപ്പൺ കോടതിയിൽ പറയേണ്ടി വന്നത്. അന്ന് പറഞ്ഞത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറുമ്പോൾ അഴിമതി നടക്കില്ലെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്നാണ് മനസ്സിലാകുന്നത്. വളരെ പരിതാപകരമായ അവസ്ഥയെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഹൈക്കോടതി പറഞ്ഞത്. ആ പറഞ്ഞത് രണ്ട് വ്യക്തികളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിയിലാണ്. അത് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുൻ MD കെ രതീഷിനെയും മുൻ ചെയർമാനും INTUC നേതാവുമായ A ചന്ദ്രശേഖരനെയും സംരക്ഷിക്കുന്നുവെന്നാണ് കോടതി കണ്ടെത്തിയത്. ഈ രണ്ടു പേർക്കുമെതിരെ 10 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ CBI സമർപ്പിച്ച കുറ്റപത്രം, ആ കുറ്റപത്രത്തിൽ വിചാരണ നടപടികൾ ആരംഭിക്കുവാൻ വേണ്ടിയുള്ള അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു. അതായത് രണ്ട് പേരും CPM-മായി ബന്ധമുള്ളവരല്ല, പക്ഷേ അസ്വാഭാവികമായ ഒരു താല്പര്യം രണ്ടുപേരിലും സർക്കാരിനുണ്ട്. അപ്പോഴാണ് നമ്മൾ കാര്യം ശ്രദ്ധിക്കുന്നത്. മുഖ്യമന്ത്രിക്കുള്ളത് അടുത്ത ബന്ധമാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി R ചന്ദ്രശേഖരനുള്ളത് അടുത്ത ബന്ധമാണ്. അത് പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. ഒരു രാഷ്ട്രീയമായ സംരക്ഷണമാണ് ഇപ്പോൾ കെ രതീഷിന് CPM-മായി വലിയ ബന്ധമില്ല എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് സംരക്ഷണം ലഭിക്കുന്നു, ഒപ്പം R ചന്ദ്രശേഖരനും സംരക്ഷണം ലഭിക്കുന്നു. ഇത് രാഷ്ട്രീയമായ ഒരു സംരക്ഷണമാണ്. അത് കോടതിക്കും ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണോ ഇങ്ങനെ ഗൗരവമുള്ള പരാമർശങ്ങൾ നേരിട്ട് സർക്കാരുമായി ബന്ധപ്പെടുത്തി കോടതിയിൽ നിന്ന് വന്നത്? രതീഷ്, ഇത് രാഷ്ട്രീയ താല്പര്യമാണോ സാമ്പത്തിക താല്പര്യമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം 500 കോടി, കേരളം കണ്ട സമീപകാലത്ത് ഏറ്റവും വലിയ അഴിമതി കേസ്, അത് CBI 500 കോടിയുടെ അഴിമതി നടന്നു എന്ന് കണ്ടെത്തി സമർപ്പിച്ച കുറ്റപത്രമാണ്. ആ കുറ്റപത്രത്തിൽ 3 പ്രതികളാണുള്ളത്. അതിൽ 2 പ്രതികളാണ് കെ രതീഷും ഒപ്പം തന്നെ A ചന്ദ്രശേഖരും. ഈ കെ രതീഷ് അഴിമതിക്കാരനാണെന്ന് കണ്ടെത്തിയത് ഏതാണ്ട് 2020 കുറ്റപത്രം സമർപ്പിക്കുന്നത്. അപ്പോൾ 2020 കുറ്റപത്രം സമർപ്പിച്ചിട്ടും ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ കെ രതീഷ് എവിടെ ഇരിക്കുകയാണെന്ന് ആലോചിക്കണം. 500 കോടിയുടെ അഴിമതി നടത്തിയ ഒരാളെ ഈ ഇടതുപക്ഷ സർക്കാർ ഇരുത്തിയിരിക്കുന്നത് ഖാദി ബോർഡിന്റെ സെക്രട്ടറി ആയിട്ടും സംസ്ഥാനത്ത് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നൽകേണ്ട സ്ഥാപനമായ റൂട്രോണിക്സിന്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടാണ്. അപ്പോൾ 500 കോടിയുടെ അഴിമതി നടത്തിയ ഒരാൾ കേരളത്തിലെ തന്ത്രപ്രധാനമായ 2 സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട 2 പൊസിഷനാണ് വഹിക്കുന്നത്. അതിൽ ഖാദി ബോർഡ് സെക്രട്ടറി ആയിട്ട് കെ രതീഷിനെ ഇരുത്തിയിരിക്കുന്നത് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. കാരണം ഈ ഖാദി ബോർഡിന്റെ കീഴിൽ ഒരുപാട് സഹകരണ സംഘങ്ങളും ഒപ്പം തന്നെ സൊസൈറ്റികളുമുണ്ട്. അപ്പോൾ ആ സൊസൈറ്റികളുടെയും സഹകരണ സംഘങ്ങളുടെയൊക്കെ രജിസ്ട്രാറായിട്ട് പ്രവർത്തിക്കേണ്ടത് ഈ ഖാദി ബോർഡിന്റെ സെക്രട്ടറിയാണ്. അങ്ങനെ വരുമ്പോൾ ഖാദി ബോർഡ് സെക്രട്ടറി ആയിട്ട് ഈ രജിസ്ട്രാർ പദവി കൂടി വഹിക്കേണ്ടത് കൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ, മുതിർന്ന റാങ്കിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നാണ് ചട്ടം. ആ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്ത 60 വയസ്സ് കഴിഞ്ഞ കെ രതീഷിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് താല്പര്യമാണ് ഇത് എന്നുള്ളത് സംശയകരമാണ്. കാരണം ഈ കെ രതീഷിനെയും A ചന്ദ്രശേഖരനും പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കാൻ സർക്കാർ ഇതുവരെ അനുമതി കൊടുത്തിട്ടില്ല. ഇവർക്കെതിരെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ചുമത്തിയിരിക്കുന്നത് കൊണ്ടാണ് സർക്കാരിന്റെ അനുമതി വേണ്ടുന്നത്. അപ്പോൾ ആ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം കുറ്റപത്രം സമർപ്പിക്കാൻ CBIക്ക് അന്ന് സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. ഒടുവിൽ CBI കുറ്റപത്രം CJM കോടതിയിൽ സമർപ്പിച്ചത് IPC ചട്ടം ആക്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിക്ക് ചെല്ലുമ്പോൾ ആദ്യം ഈ സർക്കാരിന് അനുമതി നൽകാൻ ഒരു വട്ടം കോടതി പറയുന്നു, 2ാം വട്ടം പറയുന്നു, 3ാം വട്ടവും കോടതി പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്ന് പറഞ്ഞിട്ടും സർക്കാർ അനുവദിച്ചില്ല. അപ്പോഴാണ് കോടതി ലക്ഷ്യവുമായി ഈ ഹർജിക്കാരനായ കടകംപള്ളി മനോജ് ഇവിടെ ഹൈക്കോടതിയിൽ പോയത്. അപ്പോഴാണ് ഹൈക്കോടതി ഈ 2 പേരെയും അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരാണ് എന്നുള്ളൊരു ഒരു മോശം പരാമർശം സർക്കാരിന് കേൾക്കേണ്ടി വന്നത്. അപ്പോഴാണ് സംശയം, എന്താണ് ഇതിനു പിന്നിലെ ഉദ്ദേശം, എന്തുകൊണ്ടാണ് ഈ 2 വ്യക്തികളും, ഒരാൾ INTUC-യുടെ, അതായത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്, മറ്റൊരാൾ അയാളുടെ ബന്ധു കൂടിയായ എന്നാൽ CPM ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത മറ്റൊരു വ്യക്തി കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ MD ആയി ദീർഘകാലം ഇരിക്കുകയും ചെയ്തു, 500 കോടിയുടെ അഴിമതി നടത്തിയെന്ന് CBI കണ്ടെത്തിയ വ്യക്തി. അപ്പോൾ ഇവരെ സംരക്ഷിക്കുകയും അതിൽ ഒരാൾക്ക് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ നൽകുകയും ചെയ്യുന്നതിന് സംശയകരമായ ഒരു സാഹചര്യം.